പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി ചില കാര്യങ്ങളിട്ടിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂ വിരിഞ്ഞ ദിവസമാണ്. ഇത് നിങ്ങൾ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൽ ആൺപൂവും പെൺപൂവുമുണ്ട്. ചെറിയ തേനീച്ചയും വൻ തേനീച്ചയും ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ പരാഗണം നടത്തുന്നതാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന മുന്നിലേക്ക് തെളിഞ്ഞു നിൽക്കുന്ന പൂവും അതിനകത്തുള്ള പൂവും ഇതാണ് ആൺപൂവും പെൺപൂവും. അപ്പോൾ ഈ തേനീച്ചകൾ തന്നെ സ്വയം നമ്മൾ പരാഗണം നടത്തേണ്ട ആരുമില്ല. തേനീച്ചകൾ തന്നെ ഈ പരാഗണം നടത്തി ആൺപൂവിലും പെൺപൂവിലും പരാഗണം നടത്തി ഇതിൻ്റെ കായകളുണ്ടാകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ ആദ്യമൊക്കെ ഉള്ള ദിവസങ്ങളിൽ തേനീച്ചകളൊന്നും വരാത്ത ദിവസങ്ങളിൽ ചില കായ്കളൊക്കെ നശിച്ചു പോകും. അതിനുള്ള കാരണം ഈ പരാഗണം ശരിക്കും നടക്കാത്തത് കൊണ്ടാണ്. എന്നാലിപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ തേനീച്ചകൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കയറി ചെറിയ തേനീച്ചയും വലിയ തേനീച്ചയും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടത്തി പരാഗണം നടത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടുകൾ നല്ലവണ്ണം അതിൻ്റെ പൂക്കൾ നല്ലവണ്ണം വിരിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ പൂക്കൾ ഈ ഫ്രൂട്ടിൽ ഇന്നേ ദിവസമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടുകൾ ധാരാളമായി പൂത്തു നിൽക്കുന്നതാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഒരു മുട്ട് വന്ന് 15-ാമത്തെ ദിവസം അതിൻ്റെ പൂ വിരിയുന്നു. അതിനുശേഷം 30-ാമത്തെ ദിവസം നമ്മൾക്ക് കാ പറിക്കാൻ സാധിക്കും. 30 ദിവസം എന്നുള്ളത് ചിലപ്പോൾ 28ഉം 27ഉം ദിവസമാകാം. കാരണം അത് കാലാവസ്ഥ അനുകൂലമായ രീതിയിലാണെങ്കിൽ, നല്ല വെയിലുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പഴുത്തു വരും. അതായത് ഒരു മുട്ട് കണ്ടാൽ 45-ാമത്തെ ദിവസം നമുക്ക് കാ പറിക്കാം. ഇതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടുകൾ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഇപ്പോൾ അതിൻ്റെ സീസണാണ്. വർഷത്തിൽ മെയ് മാസം മുതൽ നവംബർ മാസം വരെ ഇതിൽ കായ്കൾ പിടിക്കാറുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടുകൾ അടങ്ങിയിരിക്കുന്ന ഫൈബറും കണ്ടൻറ്റ്, മഗ്നീഷ്യം, ഫൈബർ മുതലായ കണ്ടൻറ്റുകൾ വളരെ കൂടുതലായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു. എല്ലാ അസുഖക്കാർക്കും ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്.